ഹലോ ഹലോ ചെക്ക് ചെക്ക് ചെക്ക്. എല്ലാവർക്കും സഹയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൗണ്ട് റെഡിയായി ഗായ്സ്. ഇന്നലെ ഞാൻ സൈഡായിരുന്നു, സൗണ്ടൊക്കെ റെഡിയായി, ഇപ്പോൾ ഓക്കെ ആയി. ഇന്ന് പണി കിട്ടിയിരിക്കുന്നത് റോജനാണ്. ഇന്ന് അവനാണ് സൈഡ്, പക്കാ സൈഡ്. എവിടെ വീഴും എങ്ങനെ വീഴും എന്ന് ആർക്കും അറിയില്ല. ആ, ഈ നടക്കുന്ന സാധനത്തിന് ഞങ്ങൾ ഇന്നലെ ഇന്ത്യൻ മ്യൂസിയം പരിചയപ്പെട്ടാണ്. പുള്ളിക്കാരത്തി ഞങ്ങൾ ഇന്നലെ എവിടെ പോകുന്ന അറിയാൻ നിന്നപ്പം ഞങ്ങൾക്ക് ചീപ്പ് റേറ്റ് ഒരു റൂം ഒപ്പിച്ചു തന്നു. അപ്പം ഞങ്ങൾ ഇന്നലെ അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങാനെല്ലാം പറ്റി. പുള്ളിക്കാരത്തി ഞങ്ങൾ ഇന്ന് കൊണ്ട് നടക്കുമെന്ന്, ഓരോ സ്ഥലം കാണിച്ചു തരാം, ഓരോ തിന്നേണ്ട സ്ഥലം കാണിച്ചു തരാന്ന്. പുറം തിരിഞ്ഞു നിൽക്കാതെ ഒന്ന് തിരിഞ്ഞു നോക്കി ഹായ് പറയൂ യുവതി. പുള്ളിക്കാരത്തിയുടെ പേര് പ്രീതി, ഇന്ത്യൻ മ്യൂസിയത്തിൽ വർക്ക് ചെയ്യുന്ന. സോറി, അതെന്താ അറിയോ, ഇന്നലെ മുതലേ എൻ്റെ പേര് പ്രീത ബി എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തി ബോട്ടണി പറയൂ, ഇൻട്രൊഡക്ഷൻ, സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയൂ. പുള്ളിക്കാരത്തിക്ക് നാണാണ്. ബോട്ടണിയുടെ എന്തോ വലിയ ആളാണ്, ഗവൺമെന്റ് ജോലിക്കാരിയാണ്, സെൻട്രൽ ഗവൺമെന്റ് സ്വന്തം ആളാണ്. പുള്ളിക്കാരി എറണാകുളംകാരിയാണ്. ഇന്നലെ പരിചയപ്പെട്ടു, ഞങ്ങൾക്ക് ഫുഡൊക്കെ വാങ്ങി തന്നു. ചേച്ചിയാണ്, ടെക്നിക്കലി ചേച്ചിയാണ്. അപ്പം ഇന്ന് രാവിലെ അല്ല, ഉച്ചയാണ്. ഞങ്ങൾ ഓരോ സ്ഥലത്തേക്ക്, ഇന്നിപ്പോൾ ഞങ്ങൾക്ക് 2-3 സ്ഥലമാണ് ലിസ്റ്റിലുള്ളത്. ഞങ്ങൾ ആദ്യം പോകുന്നത് വിക്ടോറിയ ഹാളും പിന്നെ ഫോർട്ട് വില്യംസിലേക്കുമാണ്. അതിനിടയ്ക്ക് ഇന്നും ഇവൻ എവിടെയെങ്കിലും കൊളത്തി പിടിച്ചിട്ട് എന്തെങ്കിലും ഫുഡ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതും ട്രൈ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ദിവസം തുടങ്ങാം. ഇവിടെ ഫ്രീ ഫുഡ് എന്ന് പറഞ്ഞ് കിട്ടി. ഇതാ ആദർശ് പോകുന്നു. ഫ്രീ ഫുഡ്. അപ്പൊ ഞങ്ങൾ ഫ്രീ ഫുഡ് എന്തായാലും ഇന്നത്തെ ഉച്ചക്കത്തേക്ക് ഞങ്ങൾ കോൾ അടിച്ചിരിക്കുന്നു. രവീന്ദ്ര സദന്റെ ഫ്ലൈ ഓവറിന്റെ താഴെ ഇതാ ഇവര് ഫ്രീ ഫുഡ് എന്ന് പറഞ്ഞാൽ ഭോജനം കൊടുക്കുന്നുണ്ട്. അപ്പോ ഇത് എല്ലാ സൺഡേയും ഉച്ചക്ക് 1 മണിക്ക് ഉണ്ടാവും. അവര് നമ്മളെ വിളിച്ചിട്ട് നല്ല സ്നേഹത്തോടെ എത്ര തവണ വേണമെങ്കിലും വാങ്ങിക്കോന്നൊക്കെ പറഞ്ഞ് അവര് നല്ല ഇതായിരുന്നു. വേറെ എവിടെയോ ആയിരുന്നു പോലും അവർ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ എന്തോ മമതാജി എന്നാ പറഞ്ഞത്, മമതാ ബാനർജി ആയിരിക്കണം. ഇവിടുന്ന് നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഫ്രീ ഫുഡ് കൊടുക്കുന്നുണ്ട് സൺഡേസ്. എല്ലാ സൺഡേസും ഉച്ചക്ക് 1 മണിക്ക് രവീന്ദ്ര സാദൻ ഫ്ലൈ ഓവറിൻ്റെ നേരെ താഴെ അവരുണ്ടാവും. ഓക്കെ, നല്ല ആൾക്കാർ. അവർ ഭയങ്കര ഇങ്ങോട്ട് വിളിച്ച് ഫുഡും അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടുന്ന് തന്നെ എന്തായാലും രസഗുള എനിക്ക്, മീൻസ് ഞാൻ പൊതുവെ സ്വീറ്റ് ഇഷ്ടപ്പെടാത്ത ആളാണ്, പക്ഷെങ്കിൽ ഈ രസഗുള എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മച്ച നേരത്തെ നമ്മളെ ഇതാക്കിയിട്ട് ഓടിയതാ. ഇതാ പുറകെ വരുന്ന റോജ നേരത്തെ ഞങ്ങളെ ഒറ്റക്കാക്കിയിട്ട് അവൻ ഓടിയതാ. ഇപ്പൊ അവൻ അങ്ങനെ തന്നെ വേണം. ഞാൻ കൃതാർത്ഥനായി. അങ്ങനെ ഞങ്ങൾ വിക്ടോറിയ മെമ്മോറിയലിൽ എത്തിയിരിക്കുന്നു. ഇതാണ് വിക്ടോറിയ മെമ്മോറിയൽ എത്തിയിരിക്കുമെന്ന്.
വിക്ടോറിയ മെമ്മോറിയൽ കഴിഞ്ഞു. ഇനി ഫോർട്ട് വില്യംസിലേക്ക് പോകുന്നു. ഇവിടുന്ന് കിട്ടിയ ഒരു പണി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്ലാസ്റ്റിക് കുപ്പികളോ അല്ലെ പ്ലാസ്റ്റിക് കുപ്പികളോ അതിൽ വെള്ളം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് കടത്തിവിടില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ തന്നെ ഒരു ബാഗ് വെക്കാനുള്ള കൗണ്ടർ ഉണ്ട്, അവിടെ വെക്കണമായിരുന്നു. ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ നേരെ അതും എടുത്തിട്ട് പോയി. അപ്പം അവിടെ മൊത്തം കുപ്പി എല്ലാവരും അവിടെ വെച്ചിട്ടാണ് ഉള്ളിലേക്ക് വരുന്നത്. മിലിറ്ററിക്കാരാണ് അവിടെ ഉള്ളത്. അപ്പം ഫുൾ കുപ്പി അവിടെ വെച്ചിട്ട് പിന്നെ അവർ ബൾക്കായിട്ട് അത് കളക്ട് ചെയ്തിട്ട് നേരെ അതിൻ്റെ താഴെ തന്നെ വേസ്റ്റ് ബിന്നുണ്ട്, അതിലിടും. അപ്പോൾ എടുത്ത 2 വെള്ളക്കുപ്പി അവിടെ തന്നെ വെക്കേണ്ടി വന്നു. ഈ മറ്റേ തെർമൽ ഫ്ലാസ്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് അത് നമ്മുടെ ഈ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ ആണെങ്കിലും അല്ലാതെ മറ്റേതാണെങ്കിലും സെയിം സംഭവം അവർ കടത്തിവിടില്ല. ഞങ്ങളുടെ കൂടെയിലെ ചേച്ചിയുടെ പുതിയൊരു കുപ്പി അവിടെ വെക്കേണ്ടി വന്നു. അവരതെടുത്ത് വേസ്റ്റ് ബില്ലിടുകയും ചെയ്തു. വീടിന്റെ പുറത്തോ ഉണ്ടോ? ഇല്ല, നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്തല്ലേ. എന്നെ പിടിച്ച് പുറത്തേക്ക് വാങ്ങേ പെണ്ണുമ്പിള്ളേ വാങ്ങ്. ഇടുന്ന് വിശക്കുന്ന പറഞ്ഞിട്ട് അലക്കലായിരുന്നു. അലക്കലല്ല, കരയലായിരുന്നു. ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ ആണോ? ഗായ്സ്, ഫോർട്ട് വില്യം കാണാൻ പോയിട്ട് ചെറിയ പണി കിട്ടി. എന്താ വെച്ചാൽ ഞങ്ങൾ മാപ്പിലൊക്കെ ലൊക്കേഷൻ ഇട്ട് നടന്ന് പോയി. ഞങ്ങൾ നോക്കുമ്പോൾ വിജയ് ദുർഗ് എന്ന് എഴുതിയ ഒരു മിലിറ്ററി ചെക്ക് പോസ്റ്റ്. അപ്പോൾ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ, കാരണം അതാ ലൊക്കേഷൻ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ സ്ഥലത്തും മിലിറ്ററിക്കാരാണ്. ഇന്ത്യൻ മ്യൂസിയത്തിലാണെങ്കിലും ഇപ്പം ഞങ്ങൾ പോയ വിക്ടോറിയ മെമ്മോറിയലാണെങ്കിലും എല്ലാ സ്ഥലത്തും അതാ കാണിക്കുന്നത്, മിലിറ്ററിക്കാർ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു ഫോർട്ട് വില്യം കേസ് അയക്കാമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് തന്നെയാണ് ഫോർട്ട് വില്യം. അപ്പം അകത്തേക്ക് കയറാൻ പറ്റില്ല. മിലിറ്ററി പേഴ്സൺസിനോ അല്ലെ മിലിറ്ററി പേഴ്സൺസ് കൂടിയുണ്ടെങ്കിൽ മാത്രമേ കയറാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ മീൻസ് അവരെ മിലിറ്ററി ഏരിയൻ്റെ ഉള്ളിലത് നമ്മൾ ഓക്കെ പറഞ്ഞ വഴിയില്ലാന്ന് പറഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ആദർശാണ് കണ്ടുപിടിച്ചത്. അവൻ പറഞ്ഞു ഇവർ പിന്നെ ഫോർട്ട് വില്യം എന്ന് പറഞ്ഞിട്ട് എല്ലാ ആൾക്കാർ ഫോട്ടോയിൽ ഇടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവൻ ഗൂഗിളിൽ പോയി ഫോട്ടോസ് സെറ്റ് ചെയ്തപ്പം അത് വിക്ടോറിയ മെമ്മോറിയലിലെ ഫോട്ടോസ് തന്നെ അതിൻ്റെ അകത്തിട്ടിരിക്കുന്നത്. അപ്പം ഫോർട്ട് വില്യം വിസിറ്റ് ചെയ്യണമെങ്കിൽ ഒരു മിലിറ്ററി പേഴ്സൺ കൂടി ഉണ്ടെങ്കിൽ പോകാൻ പറ്റും. അല്ലെങ്കിൽ മിലിറ്ററി പേഴ്സൺ ഡിഫൻസിലുള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ ഡിഫൻസ് ഫാമിലി മെമ്പർ ആയിരിക്കും. അങ്ങനെയാണ് അറിയാൻ പറ്റിയത്. അപ്പം ഞങ്ങൾ നേരെ ഇനി വിദ്യാസാഗർ സേതുവിലേക്ക് പോകുന്നത്. ഒരു ടാക്സി പിടിച്ചു. പറയണത് വിചാരിച്ചു നമ്മളുടെ മാമന്റെ പണ്ടത്തെ മറ്റേ ഇയാളാണ് കേണലാണ്. അങ്ങനെയല്ല, മിലിറ്ററി ബസ്സിന് ഫാമിലി മീൻസ് അവർ കൂടെ വേണം. വെറുതെ അതെ. ആദർശിന് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. ഏട്ടാ നമുക്ക് ആ ഇടവേളയിൽ കൂടെ കയറിയാലോ എന്ന്. ഞാൻ ഫുൾ പെർമിഷൻ കൊടുത്തിയാണ്. അവൻ പോയിട്ടില്ല, അവൻ പറ്റിച്ചു. അവൻ പോകാൻ ഞാൻ ആഗ്രഹിച്ചു. പിന്നെ ഞങ്ങള് നടന്നിട്ടോ എങ്ങനെയെങ്കിലും പോയാനെ. ഈ കുരിപ്പ് ഇനി ഇതാ ഒരു 2 മിനിറ്റ് കൂടെ നടന്ന എനിക്ക് വസിക്കുന്നേ പറഞ്ഞ് പിന്നെയും കാറാൻ തുടങ്ങും. അതുകൊണ്ട് ടാക്സി പിടിച്ചിട്ട് അങ്ങ് ഉണ്ടാക്കി.
മുഖം. മുഖം എന്ന്